ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ഭയങ്കര സന്തോഷമുണ്ട്. റിയാപ്പി അത്രയും ആഗ്രഹിച്ച, റിയാപ്പി മാത്രമല്ല റിയാപ്പിയും ജസ്റ്റിനും അത്രയും ആഗ്രഹിച്ചൊരു കാര്യം ഭയങ്കര ബ്യൂട്ടിഫുള്ളി നടന്നു. ഞാൻ ആക്ച്വലി ഡിഗ്രി 3rd ഇയർ പഠിക്കുമ്പോഴാണ് റിയാപ്പി എനിക്കൊന്ന് മെസ്സേജ് അയക്കുന്നത്. അച്ചുകുട്ട, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ചേച്ചി? അപ്പം പറഞ്ഞു, എടാ എനിക്കിങ്ങനെ ഒരാൾ ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിപ്പോയി. കാരണം ഒരു രീതിയിലും നമ്മൾ വിചാരിക്കില്ല റിയാപ്പി ആക്ച്വലി ഇങ്ങനെ കമ്മിറ്റഡ് ആകുമെന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ചേട്ടൻ എങ്ങനെയാ? കാരണം റിയാപ്പി, ഞാൻ പറഞ്ഞല്ലോ, റിയാപ്പി എന്ന് പറയുമ്പോൾ ഭയങ്കര കാമായിട്ട് ഓരോ കാര്യങ്ങൾ ഭയങ്കര ആലോചിച്ച് ചിന്തിച്ചെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും പെട്ടെന്ന് ചാടിക്കേറി ഒരു എസ് പറയുന്ന ഒരാളല്ല റിയാപ്പി. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ആളെങ്ങനെയാണ്? അപ്പം പറഞ്ഞു, അച്ചു നീ അത് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. ചോദിച്ചു, ചേച്ചി പേരെന്താന്ന് ചോദിച്ചു. അപ്പം പേര് പറഞ്ഞപ്പോഴാണ് ജസ്റ്റിൻ. റിയാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ SS കോളേജ് പൂത്തോട്ട വെച്ചിട്ടാണ്. ഞങ്ങൾ കൊളീഗ്സ് ആയിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തു. പിന്നീട് ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നു, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലത് അവതരിപ്പിച്ചു. അങ്ങനെ അത് മൂവ് ഫോർവേഡ് ചെയ്തതാണ്. റിയാപ്പി ആൾ ഭയങ്കര സ്വീറ്റാണ്, കെയറിങ് ആണ്. പിന്നെ ഭയങ്കര ജെന്യൂൻ ഓണസ്റ്റ് ആയിട്ട് ഞാൻ മീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ എന്നെ അട്രാക്ട് ചെയ്ത ക്വാളിറ്റി ഇതാണ്. പിന്നെ ആൾ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. അപ്പോൾ അങ്ങനെ ഡാൻസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ പിന്നെ പാട്ട് പാടും. ഒരു സകലകലാ വല്ലഭി എന്നൊക്കെ പറയാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഉള്ള ടീച്ചർ, എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീച്ചേഴ്സിനാണെങ്കിലും ഭയങ്കര പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ്. അവൾ വർക്ക് ചെയ്ത പഠിച്ച സ്ഥലത്ത്, അതായത് പഠിച്ച കോളേജിൽ തന്നെയാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അവിടെയാണ്. ആളുടെ ക്യാരക്ടർ ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ജെന്യൂൻ ആണ്, ഓണസ്റ്റ് ആണ്. എല്ലാ ഫ്രണ്ട്സിന് ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് റിയാപ്പിനോടൊരു ഇഷ്ടം തോന്നുന്നത്. ഞങ്ങൾക്ക് ജസ്റ്റിനോട് റിയാപ്പിയോടും പറയാനുള്ളത് എന്താ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഭാവിയിൽ കുറേ മക്കളൊക്കെ ഉണ്ടാകുമ്പം അവർ എന്താ പറയുക, നിങ്ങളുടെ ലൈഫ് കണ്ട് ഇൻസ്പയർഡ് ആവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആകും. കാര്യം ഇൻഡിവിജ്വലി നിങ്ങൾ രണ്ടുപേരും അടിപൊളി മനുഷ്യരാണ്. നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ ഫാമിലി, അത് സൂപ്പർ ആയിരിക്കും അല്ലേടാ? സൂപ്പർ ആയിരിക്കും. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ട്. എല്ലാ എന്ത് അഡ്വൈസ് വേണമെങ്കിലും ആസ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ ഞങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ടാവും. ഭയങ്കര എന്താ കോമഡി ആയിട്ട് ഓർത്തോണ്ടിരിക്കുന്ന കാര്യം, റിയാപ്പി ഒരു ദിവസം കോളേജ് വിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കുവാണേ, മാളു ഇന്ന് റിയാപ്പിയുടെ പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണേ, മാളു ഇന്ന് എൻ്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഞാനിങ്ങനെ അവൾ എഴുതി അവളുടെ പരീക്ഷ, മാളു ഇന്ന് എൻ്റെ പരീക്ഷ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഞാൻ പറയടാ, നിനക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, നിനക്ക് നല്ല സൂപ്പർ മാർക്ക് കിട്ടുന്നു. ആണല്ലേ? അത്രേ ഉള്ളൂ. റിയാപ്പിക്ക് മാളുവിൻ്റെ ഒരു അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പം ഇത്രയും നാളും മാളു 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 എന്ന് പറഞ്ഞ ആളിനി ജസ്റ്റിനെ 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 എന്ന് വിളിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു രസമാണ്. റിയാപ്പിയും ആളും തമ്മിൽ എന്താ പറയാ, ഇത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു സിബ്ലിങ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറയാം, ഞങ്ങള് വെക്കേഷൻ വന്നപ്പോ ദുബായിൽ വെച്ച് നിഞ്ചേട്ടൻ പറയും, റിയാപ്പിനെ കാണുമ്പോ നമ്മളെ ഒന്നും മറക്കരുത് എന്ന് വരെ നിഞ്ചേട്ടൻ പറയുമായിരുന്നു. ഇവരുടെ ചെറിയ ചെറിയ ഫൈറ്റ്സ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്യുന്നതും സോൾവ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. ഇത് കുറെ ദിവസമൊന്നും പോകാറില്ല. അതെ, ഞങ്ങള് ചില സമയത്ത് ഭയങ്കര സൗന്ദര്യപ്പണൊക്കെ ഉണ്ടാകും, കാണുന്നത് വിചാരിക്കും ചുബു ചുബു ചുബുച്ചും. പക്ഷെ അല്ല, പിന്നെ മാളു റിയാപ്പി തീർന്നു, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയാണ്. ബ്രൈഡൽ ലുക്കി കണ്ടപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഒരു ചെമ്പരത്തി പൂവും പിടിച്ച് 2 മൊട്ട തലയുള്ള പിള്ളേർ, ഒരു പാമ്പ് പോലത്തെ ഒരു പൊട്ടൊക്കെ തൊട്ട് നാട് വിടാൻ പറഞ്ഞ അതിനും ബാഗ് ബാക്ക് ചെയ്ത് പറഞ്ഞ ഒരു കുഞ്ഞുണ്ട റിയാപ്പി വലിയ പെണ്ണായി കല്യാണമൊക്കെ കഴിച്ച്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, പക്ഷെ ഐ വിഷ് ദം ഓൾ ദി ബെസ്റ്റ്.
എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അവർ ഭയങ്കര, നമുക്കറിയാലേ അവരുടെ സ്റ്റോറി, അവർ ഭയങ്കര ആഗ്രഹിച്ച് കല്യാണം കഴിച്ചവരാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആകട്ടെ അവരുടെ മാരീഡ് ലൈഫ്, ആകും എനിക്ക് ഉറപ്പാണ്. We wish them a very very happy married life.